മോനേട്ടാ? ഇന്ന് ഓഫീസിൽ പോയില്ലേ? എന്തെങ്കിലും വയ്യായികയുണ്ടോ? രാവിലെ മരുന്ന് കഴിച്ചതാണല്ലോ, എന്തു പറ്റി? അഞ്ജു, കുറച്ച് വെള്ളം എടുത്ത്. ഇപ്പൊ കൊണ്ടുവരാം. എന്താ മോനേട്ടാ ഇത്? മരുന്ന് ഞാൻ കയ്യിലെടുത്ത് തന്നല്ലേ, കഴിക്കാതിരുന്ന എന്താ? ഞാൻ മറന്നുപോയത്. കൊണ്ടോ കഴിക്ക. നിനക്കിതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചൂടെ ആവണി? ഇനി അമ്മ കൂടെ തുടങ്ങല്ലേ? ഞാൻ തുടങ്ങും. ഇവന് വയ്യാണ്ടിരിക്കുവല്ലേ, കൂടെ കുറെ തിരക്കും. നമ്മൾ വേണ്ടി ഇതൊക്കെ ഒന്ന് ചെയ്തു കൊടുക്കാൻ. അപ്പൊ ഞാൻ മോനേട്ടന്റെ കാര്യങ്ങളൊന്നും നോക്കുന്നില്ലെന്നാണ് അമ്മ പറഞ്ഞു വരുന്നത്. നിന്റെ നോക്കലിന്റെ ഗുണം കൊണ്ടാണല്ലോ ഇവനിങ്ങനെ ഇരിക്കുന്നത്. ആശുപത്രിയിൽ പോണോ മോനേട്ടാ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ പോകാറിങ്ങിയല്ലേ, നിങ്ങൾ പോയിക്കോ. മോനേട്ട റെസ്റ്റ് എടുക്ക്. അതെ മോനെ, നീ റെസ്റ്റ് എടുക്ക്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അമ്മനെ വിളിച്ചാ മതി കേട്ടാ. വാ അഞ്ജു. ഏട്ടാ ഗ്ലാസ്. എടാ, നമുക്ക് വേറൊരു ദിവസം പോവാം. ആടാ, നീ പറഞ്ഞാ മതി. നിങ്ങൾ ഇറങ്ങാൻ നിന്നല്ലേ, നിങ്ങൾ പോയിട്ട് വാ. എൻ്റെ അളിയാൻ റെസ്റ്റ് എടുക്ക്. പോക്കല്ലേ, പിന്നെ നമുക്ക് നോക്കാം. ആവണി, ഞാൻ പുറത്തു വേണം. റൂമിലോട്ട് കിടക്കണോ മോനേട്ടാ? ഞാൻ ഇവിടെ ഇരുന്നോളാം. എന്നാ ഞാൻ കുടിക്കാൻ എന്തേലും എടുക്കാം. ചൂടുവെള്ളം. ചൂടുവെള്ളം. 10-30 കൊല്ലം പൊന്നുപോലെ കൊണ്ടുവരുന്നതാ എന്റെ മോന. കല്യാണം കഴിഞ്ഞ് ഇപ്പൊ അവന് ലോകത്തില്ലാത്ത ഒരസുഖവും ഇല്ല. അമ്മയുടെ മകൻ മാത്രമല്ല ആയിരിക്കുന്നത്, എന്റെ കെട്ടിയോണ്ട് 2 പിള്ളേരുടെ അച്ഛനുമാ. മനുഷ്യരായാലും അസുഖമൊക്കെ വരും, അതൊക്കെ സാധാരണ. അത് ഇത്ര പെരുപ്പിച്ച് കാണിക്കൊന്നും വേണ്ട. എന്നിട്ട് ഇത്രയും അസുഖമൊന്നും എനിക്കില്ലല്ലോ. ആഹാ, അസുഖങ്ങളൊന്നും ഇല്ലാത്തതാണോ അമ്മയുടെ വിഷമം? ഞാനൊരു കാര്യം ചെയ്യാം. നാളെ മുതല് കരിച്ചതും പൊരിച്ചതും പിന്നെ കുറെ എരിവും ഉപ്പും പുളിയൊക്കെ കൂടുതലുള്ളതാ അങ്ങ് തരാം. അസുഖങ്ങളൊക്കെ താനെ അങ്ങ് വന്നോളും. ആ, നീ അത് ചെയ്യും. ഈ BP ഒക്കെ വരുന്നത് സമാധാനം ഇല്ലാത്ത ലൈഫുള്ളവർക്കാണെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, നിന്റെ കെട്ടിയോനെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്യിച്ചേക്ക്. അവനും കാണും ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ. എന്തേലും പറയുമ്പോ ഞാൻ കെട്ടിയോനെ പറയുന്നേ? നീയേ ചുറ്റി വളച്ച് പറഞ്ഞത് എന്റെ കെട്ടിയോനെയാ. നിനക്ക് ഇവിടുത്തെ അച്ഛനെ അറിയായിരുന്നോ? അറിയായിരുന്നല്ലോ. എന്തുമാത്രം അസുഖങ്ങളായിരുന്നു. അത് ഈ അമ്മ സമാധാനം കൊടുക്കായിട്ടാണെന്നാണോ നീ പറയുന്നത്? അല്ല, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല. നീ എന്തുദ്ദേശിച്ചാലും മോഹനേട്ടന് അസുഖം വന്നത് പാരമ്പര്യമായിട്ടാ. പ്രകാശനെ കൊണ്ടുവന്ന് ഒന്ന് ചെക്ക് ചെയ്യിച്ചു നോക്ക്, അവനും കാണും ഈ പറഞ്ഞ അസുഖങ്ങളൊക്കെ. അമ്മ പറഞ്ഞല്ലോ അമ്മയ്ക്ക് ഇനി മാത്രം അസുഖങ്ങളൊന്നും വന്നില്ലെന്ന്. കുറച്ചു നാള് മുന്നേ ഈ നാട് മൊത്തം കൊറോണ വന്നിരുന്നു. ഈ വീട്ടിലുള്ളവർക്കും വന്നിട്ടുണ്ടായിരുന്നു, അമ്മയ്ക്ക് മാത്രം വന്നില്ല. അതെന്താ? സ്ട്രോങ് ആയതുകൊണ്ട്. അതൊന്നുമല്ല, കൊറോണയ്ക്ക് പോലെ അമ്മ വേണ്ടായിരുന്നു, അതാ സത്യം. ആ എടാ, ഇന്ന് വരാൻ വരുമെന്ന് തോന്നണല്ല. അളിയന് വയ്യ, BP ഇവിടെ എന്തോ. ഞാനേ നിന്നെ വിളിക്കാം. എന്താടി? എടാ, ഇന്ന് പോവാൻ പറ്റും തോന്നില്ല. പറഞ്ഞത് കേട്ടില്ലേ, നമുക്ക് വേറെ ദിവസം പോവാന്ന്. പറ്റില്ല. ഇന്ന് നീ എൻ്റെ കൂടെ വരാന്ന് പറഞ്ഞല്ലേ, ഇന്ന് തന്നെ പോണം. ഈ മരുന്ന് കഴിക്കാതെ വന്ന വയ്യല്ലേ, ഇപ്പൊ മരുന്ന് കഴിച്ചിട്ടുണ്ടല്ലോ, അത് മാറിക്കോളും. കുറച്ച് കഴിഞ്ഞ് നമുക്ക് പോവാം. നിനക്കെന്താ പറഞ്ഞാ മനസ്സിലാവില്ലേ? ഇല്ല, എനിക്ക് മനസ്സിലായില്ല. വാക്ക് പറഞ്ഞ ഞാൻ മാറത്തില്ല. നീ വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. നീ ദേഷ്യപ്പെടാ, എനിക്കെന്താ? നീ ഇന്ന് എന്റെ കൂടെ വരുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ വന്നിരിക്കും, വന്നേ പറ്റുള്ളൂ. എനിക്ക് പറ്റില്ലടാ. അല്ലേ തന്നെ നീ വിളിക്കുന്നിടത്ത് ഞാൻ എന്തിനാ വരുന്നത്? ഇത് നിന്റെ ബിസിനസ്, വെറുതെ എന്നെ അതിലേക്ക് വലിച്ചേർക്കണ്ട. ഉണ്ടായിരുന്നൊരു നല്ല ജോലിയും കളഞ്ഞ അവൻ വന്ന് അവിടെ വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കണം കേട്ടാ. എനിക്ക് സൗകര്യമില്ല. ഇതൊന്നും കേൾക്കാൻ നിന്നെ ആരും കൂടി ക്ഷണിച്ചില്ലല്ലോ. നീ നിന്റെ പാട് നോക്കി പോടാ. ഇനി മേലെ ഒരു ആവശ്യം ഞാൻ നിന്നെ വിളിക്കില്ല. നീ വിളിക്കണ്ടോ, ഇറങ്ങി പോടാ, പോ. ഇപ്പൊ എങ്ങനെയുണ്ട്?
കുറച്ച് ആശ്വാസമുണ്ട്. ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വേണ്ട, ഞാൻ ഓക്കെ ആയി. താഴത്തെ സംസാരം കേട്ടപ്പോൾ എനിക്ക് തോന്നി നീ നല്ല ദേഷ്യത്തിലാണെന്ന്. അതേതായാലും നന്നായി. ഇല്ലായിരുന്നേ പിള്ളേർ വരുമ്പോൾ ഞാൻ ഇതൊക്കെ അവരുടെ മെക്കിട്ട് കയറി തീർത്തേനെ. താങ്ക്സ് എടാ. എന്തേ ഒന്നും മനസ്സിലായില്ലല്ലേ? ഇല്ല. അവള് പണ്ട് പോലെ അങ്ങനെയാ, പെട്ടെന്ന് ദേഷ്യം വരും. ആ ദേഷ്യം തീർന്നില്ലെങ്കിൽ അത് എന്നോട് തീർക്കും. ഞാൻ മാക്സിമം സപ്പോർട്ട് ചെയ്ത് കൊടുക്കും. നിങ്ങളുള്ള ദേഷ്യമാണ് അവളെ തീർത്തത്. അപ്പൊ ശരി. ഇവർക്ക് രണ്ടിനും വട്ടാണോ? അവളെ വിളിക്കാൻ ഒരു മാർഗമല്ല. നീ ഇതുവരെ ഈ ഫോൺ കൊടുത്തില്ലേ? ഞാൻ ഒന്ന് സ്കൂളിൽ പോയതാ, അവള് വന്നിട്ടില്ല. അവളുടെ അമ്മ അവളെ അനിയനെ വിളിച്ച് പോകുന്നുണ്ട്. നീ ഒരു കാര്യം ചെയ്, ഒന്ന് വെയിറ്റ് ചെയ്. നാളെ സ്കൂളിലേക്ക് വരുമല്ലോ, അപ്പൊ കൊടുത്താൽ മതി. 2 ദിവസം സ്കൂൾ അവധിയാണ്, ഒരു രക്ഷയില്ല. അഖിലേ, എനിക്ക് തോന്നുന്നതേ നീ അവളുടെ കാര്യത്തിൽ തോറ്റു പോകുന്നതാണ്. അങ്ങനെ ഒരു ചരിത്രം എനിക്കില്ല. അണ്ണൻ കണ്ടോ? കാലൊടിഞ്ഞ് കാണുമല്ലേ? ഒന്ന് പോടാ അവിടുന്ന്. കാലൊന്ന് വിളിക്കതേ ഉള്ളൂ. ഇനിയിപ്പോ 2-3 ദിവസത്തേക്ക് സ്കൂളിലൊന്നും പോണ്ടല്ലോ. അല്ലേ 2-3 ദിവസം അവധിയല്ലേ? ആഹാ, എല്ലാരും ഉണ്ടല്ലോ. ചേച്ചിയുടെ സുഖവിവരം അന്വേഷിക്കാൻ വന്നതാ. ആണോ? എന്നിട്ട് അന്വേഷിച്ചോ? ദേവുനെ അഞ്ചു അന്വേഷിക്കുന്നുണ്ടായിരുന്നല്ലോ. എന്താ ഒരു കള്ളത്തരം? എന്തേലും ഒപ്പിച്ചിട്ടുണ്ടോ? ക്ലാസ് ടെസ്റ്റിന്റെ പേപ്പർ കിട്ടി. എന്നിട്ട് അതിന് മാർക്ക് കുറവാണോ? കുറവാണോന്ന് ചോദിച്ചാ കുറച്ച് കുറവാണ്. അത് ശരി. അമ്മ അതിനൊന്നും ആയിരിക്കില്ല അന്വേഷിക്കുന്നത്, വേറെ എന്തെങ്കിലും കാര്യത്തിനായിരിക്കും. മോള് ചെല്ല്. പരീക്ഷ അമ്മ മാർക്കൊക്കെ കുറയും, അതൊന്നും സാരമില്ല. പരീക്ഷക്ക് മാർക്ക് കുറഞ്ഞ അമ്മ അടിക്കും. ഇത് വേറെ വല്ലത്തിനായിരിക്കും മോളെ. ദേ ചെല്ല്, അമ്മ വിളിക്കുന്നു. അടിയിട്ടുന്ന സാഹചര്യം വന്നാ രക്ഷിക്കാൻ വരണേ. എന്താടി, എന്റെ അമ്മ വല്ല വണ്ടർ വുമണാ നിന്നെ രക്ഷിക്കാൻ? എന്റെ മാത്രല്ല, അച്ഛനും വാണിയമ്മ വണ്ടർ വുമണാ. ചെല്ല് ചെല്ല്, ഇനി അതിന് കിട്ടണ്ട. ചെല്ല്. വേദന എങ്ങനെയുണ്ട് മോനെ? കുറവുണ്ടമ്മ, പക്ഷെ ഈ സൈഡ് എനിക്ക് ഭയങ്കര വേദന. ചെറിയ സ്വെല്ലിംഗ് ഉണ്ടോ? ഉണ്ടോ? ഇവിടെ വല്ല കുഴപ്പമുണ്ടോ? ചുമ്മാ ഇരി. സാരമില്ല, അതിന് മാത്രമൊന്നുമില്ല. 2 ദിവസം കൊണ്ട് കുറഞ്ഞോളും കേട്ടോ. കുറയും. മതി, നിന്ന് കളിക്കണ്ട, നടക്ക്. കുടിക്കാൻ വല്ലതും വേണോ? ഒന്നും വേണ്ടമ്മ, ഈ ബുക്ക് ഒന്ന് വായിച്ചു തരണം. ശരി, എന്തേലും കൊണ്ട് വിളിക്കണേ. വിളിക്കാം. അഞ്ജു, നീ അവളോട് ദേഷ്യപ്പെടുകയൊന്നും ചെയ്യരുത്. ഒരു മയത്തിലേ സംസാരിക്കാവൂ, കേട്ടാ? എന്തിനാ അമ്മ വിളിച്ചത്? നിന്നെ എന്തിനാടി സ്കൂളിൽ വിടണേ? അത് ഇങ്ങോട്ട് മാറി നിന്നേ. അഞ്ജു, നീ എന്തിനുള്ള പുറപ്പാടാ? നിങ്ങളൊന്നും മിണ്ടണ്ട. എന്താടി നിനക്ക് മാർക്ക് കുറവ്? നിന്നെ പഠിക്കാനല്ലേ സ്കൂളിൽ വിടണേ? ഞാൻ പഠിച്ചോളാം. എന്ത് പഠിച്ചോളാന്നേ? സ്കൂളിൽ ഹോംവർക്കും ചെയ്യില്ല, എപ്പോ നോക്കിയാലും സംസാരം. ടീച്ചർക്ക് നിന്നെ പറ്റി പരാതി മാത്രമേ ഉള്ളൂ. എന്നെ അമ്മയല്ലേ പഠിപ്പിക്കുന്നത്. അമ്മക്ക് പറഞ്ഞൂടെ ഞാൻ ഹോംവർക്ക് ചെയ്യാൻ ബാക്കിയുണ്ടെന്ന്? എന്താ അഞ്ജു, നീ എന്തിനാ കൊച്ചിനോട് ദേഷ്യപ്പെടുന്നത്? ഇതെന്റെ മോളുടെ കാര്യമാണ്, ഏട്ടത്തി അതിൽ ഇടപെടണ്ട. ഞാൻ ഈ ബഹളം കേട്ടിട്ട് വന്നേ ഉള്ളൂ. എനിക്ക് എന്റെ മോളോടൊന്നും ചോദിക്കാനുള്ള അവകാശം പോലും ഇല്ലേ? അതിന് അഞ്ജു ദേഷ്യപ്പെടുന്ന എന്തിനാ? ഞാൻ ചോദിച്ചെന്നല്ലേ ഉള്ളൂ. പ്രകാശേട്ടാ, ഞാൻ എന്റെ മോളോടാ സംസാരിക്കുന്നത്. ഇത് എന്റെ കുടുംബകാര്യ, അതിലാരും ഇടപെടുന്ന എനിക്ക് ഇഷ്ടമല്ല. ശരി, നിങ്ങളുടെ കുടുംബകാര്യത്തിൽ ഞാൻ ഇടപെടുന്നില്ല. പറടി, നിനക്ക് എന്താ മാർക്ക് കുറവ്? നിന്നെ എന്തിനാ സ്കൂളിൽ വിടണേ? അമ്മ, ഞാൻ എന്നെ പഠിച്ചോളാം. എന്നെ പഠിപ്പിക്കുന്ന അമ്മയല്ലേ. ഞാൻ ഹോംവർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അമ്മക്ക് പറഞ്ഞൂടെ? തോർക്കുത്തരം പറയുന്നോടി. അവൾ പറയണ ശരിയല്ലേ? നീ അല്ലേ അവളുടെ ഹോംവർക്ക് എല്ലാം നോക്കുന്നത്? അത് മാത്രമല്ല, എനിക്ക് അച്ഛൻ്റെ അമ്മേൻ്റെ ബുദ്ധിയല്ലേ കിട്ടിയേ. അപ്പൊ അങ്ങനെയല്ലേ പഠിക്കാൻ പറ്റൂ. എന്നാ പിന്നെ നീ വാങ്ങിയ മാർക്ക് ഇപ്പൊ കൂടുതലാ. എന്നെ നല്ലപോലെ പഠിപ്പിക്ക്. അമ്മ എപ്പോഴും പറയാറില്ലേ, അവരെ കണ്ടുപിടിക്ക്, ഇവരെ കണ്ടുപിടിക്ക്. മാളിച്ചേച്ചി നല്ലപോലെ വയലിൻ വായിക്കും, അത് കണ്ടുപിടിക്ക്. എനിക്ക് എന്തൊക്കെ കഴിവുണ്ടെന്ന് നമുക്കറിയാമോ? നിനക്കെന്ത് കഴിവ്? ഇതാ പിടിക്ക്.
ഇതൊക്കെ ആര് വരച്ചതാ? എടി ഇതൊക്കെ അവള് വരച്ചതാ. ഇത് കൊള്ളാലോ. പണ്ട് ഞാനും ഇതുപോലെ ഒരുപാട് പടമൊക്കെ വരയ്ക്കുമായിരുന്നു. നിന്റെ വര എനിക്കറിയാം. എന്റെ കഴിവാ എന്റെ മോക്ക് കിട്ടിയേ. അതെ അതെ, സ്വന്തം മോൾക്ക് എന്തൊക്കെ കഴിവുണ്ടെന്ന് പോലും അറിയില്ല. കഷ്ടം. ദേവു മോളെ, എന്താ അച്ഛാ? മോൾക്ക് ഇത്രയും കഴിവുണ്ടായിരുന്നാ? അച്ഛൻ എന്ത് വിചാരിച്ചു ഞാൻ അച്ഛനെ പോലെയാണെന്നാ? ആദ്യം ഞാൻ അങ്ങനെ വിചാരിച്ച്, പക്ഷെ ഇത് നീ എന്നെ ഞെട്ടിച്ച് കളഞ്ഞ്. ഇപ്പോഴെങ്കിലും ഒന്ന് ഞെട്ടിയല്ലോ. നീ പറ, ഇത്രയും കഴിവുള്ള ദൈവന് അച്ഛൻ എന്താ ചെയ്തു തരണ്ടേ? അമ്മയോടൊന്ന് പറഞ്ഞാ മതി, അവരെ കണ്ടുപിടിക്ക് ഇവരെ കണ്ടുപിടിക്ക് എന്ന് പറഞ്ഞ എന്റെ പുറകെ നടക്കരുതെന്ന്. ഇത് ഞാൻ ഏറ്റു. ഇനി അമ്മ മോളോട് ആരെയും കണ്ടുപിടിക്കാൻ പറയില്ല കേട്ടോ. ആ, തൽക്കാലം ഇത് മതി. വേറെ എന്തൊക്കെ കഴിവുണ്ട് പറയ്. ആ, ഡാൻസ് കളിക്കും, പിന്നെ സ്പോർട്സിലൊക്കെ ഉണ്ട്. ഇനി എന്തുണ്ടെങ്കിലും അച്ഛനോട് ഷെയർ ചെയ്യണം കേട്ടോ. എന്നാ എനിക്ക് കുറച്ച് ഡ്രോയിങ്ങിന്റെ പെൻസിലൊക്കെ വാങ്ങിച്ചാ? അതൊക്കെ വാങ്ങിച്ചു തരാം. വേറെന്താ വേണ്ടേ? അപ്പൊ അമ്മയുടെ കാര്യോ? ഇത് അച്ഛൻ ഏറ്റ്, പക്ഷെ കുറച്ച് പഠിക്കാൻ വേണം. അച്ഛനൊപ്പം പഠിച്ചിട്ടാണ് ഈ നിലയിലെത്തിയത്? പഠിച്ചിട്ടല്ല, പക്ഷെ കഴിവുകൊണ്ടാണ്. ജയിക്കാനല്ലേ പഠിച്ചാ പോരെ? ആ, അത് മതി. അത് ഞാൻ പഠിച്ചോളാം. പ്രകാശം മാത്രമല്ല, പ്രകാശിന്റെ മോളും ഡീല് പറഞ്ഞത് ഡീലായിരിക്കണം. ഓക്കെ അച്ഛാ, ഡീല്. എല്ലാവരും കിടന്നുണ്ടോ? നോക്കാം. നീ പതുക്കെ പോ. എക്സ്പീരിയൻസ് ഇല്ല അല്ലേ? അവളുടെ റൂം മുകളിൽ പണ്ടിനോട് പറഞ്ഞിട്ടുണ്ട്. നീ നോക്കിക്കണ്ട് കേറിപ്പോ. എങ്ങനെ? ഒരു മിനിറ്റ്. പിടിച്ചോണേ. ഞാൻ വരട്ടെ. പിന്നെ ആരെയും വന്ന സിഗ്നൽ തരണ്ടേ? സിഗ്നൽ തരാനാണ് ഞാൻ എന്നെ നീ വിളിച്ചത്. മിണ്ടാന്നോട്ടോ, ഇപ്പൊ വരാം. നീ എന്താ ഇവിടെ? തുറക്ക്. നീ എന്താ ഇവിടെ? നീ സ്കൂളിൽ വരാതെ? എടാ, ഞാൻ വീണെടുക്കും, എന്റെ കാലിന് പ്രശ്നമുണ്ട്, അതാ ഞാൻ വരാത്തെ. നമുക്ക് സംസാരിച്ചിരിക്കാം. എടാ, നീ എന്തിനാ വന്നെന്ന് അതേ പറ. ഞാൻ ഫോൺ തരാനാ. ഫോണ് നീ പൊക്കോ, ആരെങ്കിലും കണ്ട പ്രശ്നവും. ഞാൻ നിന്നെ വിളിക്കായി ഫോണില്. കുറച്ച് സംസാരിക്കാം. എടാ നീ പോ പ്ലീസ്, ഞാൻ വിളിക്കാന്ന് പറഞ്ഞില്ലേ. വിളിച്ചില്ലെങ്കിൽ ഇതുപോലെ ഇനിയും വരും. എടാ ഞാൻ വിളിക്കാം, നീ ഒന്ന് പോ. ഉറപ്പാണോ? ആ, ഉറപ്പാ. മോനേട്ടാ, എഴുന്നേറ്റേ. എന്തോ ശബ്ദം കേൾക്കുന്നില്ലേ? അത് നല്ല പൂച്ചയായിരിക്കും. എന്താടാ അവിടെ തുടങ്ങിയിരിക്കുന്നു. എന്ത് പണിയാണോ പൂച്ച?
ചേച്ചി അകത്തേക്ക് വരാവോ? പിന്നെന്താ, വാ ഇരിക്ക്. അമ്മ അനിയത്തിയൊന്നും ഇല്ലേ? ഇവിടെ ഉണ്ട് ചേച്ചി, ഞാൻ വിളിക്കാം. അഞ്ജു, അമ്മ, ഞാനേ കുടിക്കാൻ എന്തേലും എടുക്കാവേ. ഒന്നും വേണ്ട, ഞാൻ ഇതുവഴി പോയപ്പോ കേറിയെന്നുള്ളതേ ഉള്ളൂ. ആ ചേച്ചിയായിരുന്നോ? എപ്പോ വന്ന്? ഞാൻ ഇപ്പൊ വന്നതേ ഉള്ളൂ. എടാ ആവണി, ഒന്നിരുന്ന് ഒരു കാര്യം പറയട്ടെ. നമ്മുടെ അന്നത്തെ ആക്സിഡന്റ് മാറ്റർ ഇല്ലേ, നിന്നെ ഇടിച്ചിട്ട് വണ്ടി നിർത്താതെ പോയത്? അതെ. അവരുടെ മാതാപിതാക്കൾ എന്നെ വന്ന് കണ്ടിരുന്നേ. കോംപ്രമൈസ് സ്റ്റോക്കിന് വേണ്ടിയിട്ട്. അപ്പൊ ആദ്യം അവരുടെ അച്ഛന്മാര് കുറെ ഒച്ചയൊക്കെ എടുത്തു. ഞാൻ പറഞ്ഞു എന്തായാലും കേസുമായിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോവാണ്, ഒരു കോംപ്രമൈസിനും ഇല്ലാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇവരുടെ അമ്മമാരെന്നെ വന്ന് സംസാരിച്ചു ഞാനുമായിട്ട്. അപ്പം കണ്ടപ്പം എനിക്ക് തോന്നി അവർക്ക് സാമ്പത്തികമായിട്ട് അത്ര ഒരു ഉയർച്ചയുള്ള കുടുംബങ്ങളല്ല. നമ്മളൊരു നഷ്ടപരിഹാരം എന്നൊക്കെ പറഞ്ഞ് പോയിട്ട്. അതൊന്നും വേണ്ട ചേച്ചി, എനിക്ക് പ്രത്യേകിച്ചൊന്നും പറ്റിയില്ലല്ലോ. വണ്ടിക്കും ചെറിയ പണികളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, നമുക്കത് വിടാം. ഉറപ്പാണോ? വേണ്ട ചേച്ചി, പാവങ്ങളല്ലേ, നമ്മളായിട്ട് ഇനി അവരുടെ ഭാവി നശിപ്പിക്കണ്ട. ഞാനത് ആവണിയുടെ അടുത്തൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി വന്നതാ. അമ്മ അഞ്ജു എന്താ ഒന്നും മിണ്ടാത്തേ? ഹേയ്, ഞങ്ങൾ ഈ വിശേഷമൊക്കെ കേൾക്കുമായിരുന്നു. അഞ്ജുവിനെ അന്ന് ഞാൻ വന്നപ്പോ വാട്സാപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, എന്നിട്ട് എന്താ ഒരു മെസ്സേജ് പോലും അയക്കാത്തെ? ഓരോ തിരക്ക്. തിരക്കോ? എന്ത് തിരക്ക്? എന്റെ കൊച്ചെ, നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടല്ലേ ആ വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങിയേക്കുന്നത് തന്നെ. അപ്പൊ നിങ്ങൾ അതിനകത്ത് തിരക്കെന്ന് പറഞ്ഞ് മാറി നിന്നാ എങ്ങനെ ശരിയാവുന്നേ? എന്നാ പിന്നെ ഇവൾക്കൊരു ഗവൺമെന്റ് ജോലി വാങ്ങിക്കൊടുക്കോ? ആർക്ക്? ആവണിക്കോ? ഞാൻ എന്തിനാ വാങ്ങിച്ചു കൊടുക്കുന്നേ? അല്ല, അവള് കെട്ടി വന്ന കാലം തൊട്ട് ശ്രമിക്കുവാണ്. അതൊക്കെ നടന്നോളും, അതിന് ആരുടെയും സഹായം അവൾക്ക് വേണ്ട. അല്ല ആവണി, ഒരു സംശയം. ആവണിക്ക് എന്താ ഈ സർക്കാർ ഉദ്യോഗം തന്നെ വേണമെന്ന് നിർബന്ധം? അല്ല, ഇതിന്റെ പിറകിൽ വല്ല പ്രത്യേകിച്ച് വല്ല കാരണം വല്ലതും ഉണ്ടോ? അങ്ങനെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല ചേച്ചി, എനിക്കങ്ങനെ തോന്നി. അതൊന്നുമല്ല, അതിന്റെ പുറകിൽ എന്തോ ഒരു കാരണം ഉണ്ട്, അത് പറയേ. എന്തു പറ്റി ആവണി? ഒന്നുമില്ല ചേച്ചി. അപ്പൊ തന്റെ ആഗ്രഹം ചുമ്മാ വന്ന ആഗ്രഹമൊന്നും അല്ല, അതിന്റെ പുറകിൽ എന്തെങ്കിലും ഒരു കാരണം കാണുമല്ലേ ആവണി? ഇനി ഇതിന്റെ പിന്നിലും കാരണങ്ങളുണ്ടോ? താൻ ഇപ്പോഴൊന്നും പറയണ്ട, പക്ഷെ എപ്പോഴെങ്കിലും പറയണം കേട്ടോ. ജോലി ഇട്ടട്ടെ ചേച്ചി, അപ്പൊ പറയാം. തനിക്കല്ലെങ്കിൽ പിന്നെ ആർക്കാടോ ജോലി കിട്ടുന്നത്? തന്റെ ഹസ്ബൻഡ് എന്ത് സപ്പോർട്ടാ തനിക്ക് വേണ്ടിയിട്ട്? എൻ്റെ എല്ലാ എക്സാമിനും എന്നെ കൊണ്ടുവന്നത് മോഹനേട്ടനാ. എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരു ഗവൺമെന്റ് ജോലി വാങ്ങിക്കണമെന്ന്. പക്ഷെ അതിന് എൻ്റെ കൂടെ ഏറ്റവും നിന്നിരിക്കുന്നത് മോഹനേട്ടനാ. അത് തന്നെ വലിയ കാര്യമല്ലേ ആവണി, ഹസ്ബൻഡ് ഇത്രയും സപ്പോർട്ട് ചെയ്യാന്ന് വെച്ചാല്. അഞ്ജുവിന് ഇങ്ങനെ ആഗ്രഹങ്ങളൊന്നും ഇല്ലേ? എനിക്ക് ബിസിനസ് താല്പര്യം. എന്നിട്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല, ചെയ്യണം. എന്നാ പിന്നെ എന്തിനാ അഞ്ജു വെച്ച് താമസിപ്പിക്കുന്നത്? അങ്ങ് തുടങ്ങുന്നേ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. അല്ല, വെള്ളമൊന്നും കഴിച്ചില്ലല്ലോ. ഓ, അതിന് ഇനിയും സമയമുണ്ടല്ലോ, വരാവുന്നേ. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കട്ടോ. പിന്നെ അഞ്ജു ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ ആക്റ്റീവ് ആവണം കേട്ടോ. നമ്മുടെ ആവശ്യം ഒന്ന് ആലോചിക്കണം. ഇറങ്ങട്ടെ എന്നാ. ശരി ശരി. അവണിടാ, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കണേ. ശരി ചേച്ചി, കാണാവേ. ശരി. എന്നാലും അതെന്തായിരിക്കും? കാരണം ചോദിച്ചപ്പോ കണ്ണൊക്കെ നിറഞ്ഞല്ലോ. എനിക്ക് തോന്നുന്നത് അല്ല, എനിക്കൊന്നും തോന്നില്ല. ആലോചിക്കട്ടെ. ഇനിയിപ്പോൾ അച്ഛന്റെ കാര്യം ഇടക്കൊച്ച് പറഞ്ഞില്ലേ, ഇനി അവളെ അച്ഛനെങ്ങനെ കൊച്ചിലെ എടുത്തോണ്ട് കിടന്നപ്പോഴേ ഒരു ഗവൺമെന്റ് ജോലി എങ്ങനെ വാങ്ങണമെന്ന് അങ്ങനെ പറഞ്ഞത് വല്ലോ ഇരിക്കോന്നാ ഞാൻ ആലോചിക്കും. എന്നോട് എന്റെ അച്ഛൻ IAS എടുക്കണമെന്ന് പറഞ്ഞ പോലെ. ചില പാരന്റ്സിനെ അവർക്ക് എന്തെങ്കിലുമൊക്കെ ആകണം എന്ന് ആഗ്രഹം ഉണ്ടാവും. ആകാൻ പറ്റാണ്ടാവുമ്പോൾ മക്കളിലൂടെ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ട് അവരോട് പറയും. അവരുടെ ആഗ്രഹത്തിനൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുമല്ലോ, അതായിരിക്കും തോന്നുന്നു. എന്റെ അച്ഛനും IAS എടുക്കണമെന്നായിരുന്നു ആഗ്രഹം, പക്ഷെ നടന്നില്ല. മകൾ IAS ആക്കണം എന്നുള്ള ആഗ്രഹം നടന്നില്ലല്ലോ. പക്ഷെ എന്റെ അച്ഛന്റെ സ്വപ്നം ഞാൻ എന്തായാലും സാധിച്ചു കൊടുക്കും. നീ ഇനിയിപ്പോ പഠിക്കാൻ പോകുമ്പോണീനാ? ഞാൻ പഠിക്കാനൊന്നും പോകുന്നില്ല. പിന്നെ അതൊക്കെ ഉണ്ട്. ആരെയും കണ്ടുപിടിക്കാൻ പറയാണോ? വേണ്ട. അതൊന്നും അല്ല. എന്നാ പറ. അമ്മയ്ക്ക് കൊച്ചിലെ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു മോളെ IAS. പല പ്രശ്നങ്ങൾ കാരണം അമ്മയ്ക്ക് അത് നേടിയെടുക്കാൻ പറ്റിയില്ല. അമ്മയുടെ മോള് ആഗ്രഹം സാധിച്ചു തരില്ലേ? അമ്മയെ ഞാൻ IAS പഠിപ്പിക്കണോ? അതല്ലടി മണ്ടൂസേ, മോൾ അമ്മയ്ക്ക് വേണ്ടി പഠിച്ച് കളക്ടർ ആവണം. എന്നിട്ട് അമ്മ പറയും മോൾ അമ്മയുടെ ആഗ്രഹപ്രകാരം പഠിച്ചിട്ടാണ് കളക്ടർ ആയതെന്ന്. അമ്മയ്ക്ക് പഠിച്ച് കളക്ടർ ആവണമെങ്കിൽ അമ്മ പഠിക്കണമായിരുന്നു. പഠിക്കാൻ വിട്ടപ്പോ പഠിക്കാതെ ഇപ്പൊ എന്നോട് വേണ്ടിട്ട് കളക്ടർ ആവണമെന്ന് പറഞ്ഞാ അതെന്ത് ലോജിക്കാ അമ്മ?
നേരത്തെ 2ാം ക്ലാസ്സിൽ തന്നെ മാർക്ക് കുറഞ്ഞപ്പോ അമ്മ എന്നെ അടിക്കാൻ പിടിച്ചതാ. അപ്പളാ ഒരു കളക്ടർ. അപ്പൊ എന്റെ സ്വപ്നം? അമ്മയ്ക്ക് സ്വപ്നം കാണാൻ രാത്രി പോയി കിടന്ന് സ്വപ്നം കാണണം. എനിക്ക് വേറെ സ്വപ്നങ്ങളാ. അതാണ് സമയാകുമ്പോ പറഞ്ഞോളൂ. മോനേട്ടാ ചായ എന്ത് പകുതി കുടിച്ചോണ്ട് കൊണ്ടോന്നെ? കുടിച്ചിട്ട് കൊണ്ടോന്നല്ല, സ്റ്റെപ്പ് കയറി വരുമ്പോ തുളുമ്പി പോയില്ലേ, അതുകൊണ്ട് അത്ര എടുത്തുള്ളൂ. മോനേട്ടാ, കുറച്ചു ദിവസം മുന്നേ ഞാൻ സ്കൂട്ടറിൽ നിന്ന് വീണപ്പോഴേ എന്നെ സഹായിച്ച ഒരു ചേച്ചി ഉണ്ടായിരുന്നില്ലേ, അവരിന്നും വന്നായിരുന്നു. ആ, അതാ കേസിന്റെ കാര്യം കോംപ്രമൈസ് ചെയ്യാം, അത് എന്തോ പാവങ്ങളാ, പിന്നെ ഞാനും വിചാരിച്ചു അതങ്ങ് വിട്ടേക്കാന്ന്. അത് ശരിയാണ്. അല്ലെങ്കിലും ഈ കേസിന്റെ പുറകെ നമ്മളെ നിന്നിട്ട് പോണല്ലേ. അതെ, ഞങ്ങൾ പിന്നെ കുറെ നേരം ഇരുന്ന് സംസാരിച്ചു. ഞങ്ങൾക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ട്. അതിൽ ഒട്ടുമിക്ക പേരും എനിക്ക് മെസ്സേജ് ഒക്കെ അയച്ചായിരുന്നു. എനിക്ക് ജോലി കിട്ടിയ പോലായിരുന്നു അവരുടെയൊക്കെ മെസ്സേജ് കാണുമ്പോൾ. പിന്നെ ഞാൻ മോഹനേട്ടൻ എനിക്ക് തരുന്ന സപ്പോർട്ടിന്റെ കാര്യങ്ങളൊക്കെ കുറിച്ച് പറഞ്ഞു. അവരെന്താ പറഞ്ഞതെന്നറിയോ? യു ആർ വെരി ലക്കി ടു ഹാവ് എ ഹസ്ബൻഡ് ലൈക്ക് ഹിം എന്ന്. താങ്ക് യു മോഹനേട്ടാ, എന്നെ ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതിന്. നാട്ടുകാർക്ക് വരെ മനസ്സിലായി, ഇത് നിനക്ക് മനസ്സിലായിട്ടില്ലല്ലോ, ഇപ്പോഴാണ് മനസ്സിലാവണത്. അതൊക്കെ പോട്ടെ. ഇപ്പൊ ഞാൻ നിന്നോട് ഒരു ഉദാഹരണത്തിന് ഒരു ചോദ്യം ചോദിക്കുകയാണ്. ചോദിക്കും. അതായത് നീ ഇനി ഗവൺമെൻറ് ജോലിയൊന്നും അതിനൊന്നും ട്രൈ ചെയ്യണ്ട, ഇവിടെ അടങ്ങി ഒതുങ്ങി ഇരുന്ന് പിള്ളേരുടെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി എന്ന് ഞാൻ നിൻ്റെ അടുത്ത് പറയുകയാണെങ്കിൽ എന്തായിരിക്കും നിന്റെ മറുപടി? അങ്ങനെ നിങ്ങൾ പറയുവാണെങ്കിൽ അപ്പോ എൻ്റെ കയ്യിലൊരു കത്തിയാണ് ഉള്ളതെങ്കിൽ നിങ്ങളെ ഞാൻ കുത്തിക്കൊല്ലും. ഇനി അതല്ല, എൻ്റെ കയ്യിൽ വല്ല പ്ലേറ്റോ വടിയോ വല്ലോ ആണെങ്കിൽ നിങ്ങളെ ഞാൻ അത് വെച്ച് തല്ലിക്കൊല്ലും. ഇനി അതൊന്നുമല്ല, എൻ്റെ കയ്യിൽ ഒന്നുമില്ലെങ്കിൽ നിങ്ങളെ ഞാൻ ഞെക്കിക്കൊല്ലും. എന്നിട്ട് ഞാൻ ജയിലിൽ പോയി കിടക്കും. എന്തു തന്നെ ആയാലും നിങ്ങളുടെ മരണം ഉറപ്പാ. ഒന്നുമില്ല, ചോദിച്ചെന്നോ. നിങ്ങൾ വിചാരിക്കും ഞാൻ തമാശയ്ക്ക് പറഞ്ഞതാണെന്ന്, അല്ലേ? എന്നാ ഞാൻ തമാശയ്ക്ക് പറഞ്ഞതല്ല. എന്താ കോള്? സ്പാം കോളാ. എനിക്കും വരാറുണ്ട്, റെഡ് കളറായിട്ടല്ലേ. ലോണ് വേണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇടയ്ക്ക് വരുന്നതാ. എനിക്കും വരാറുണ്ട് ലോണൊക്കെ ചോദിച്ചു. ഒരു ബാത്റൂമില്ലേ? ഹലോ ആവണി, എന്തിനെപ്പോഴും വിളിച്ചിങ്ങനെ കാശ് ചോദിക്കുന്നത്? അത് ഞാൻ കാശും ചോദിച്ചില്ലല്ലോ. പിന്നെ എനിക്കെന്നെ കാണണം ആവണി. പറ്റില്ല. അമ്മ എന്താ? അമ്മ എന്തിനാ ഞെട്ടിയേ? ഞാൻ ഞെട്ടിയൊന്നുമില്ല. നീ എന്തിനാ വന്നേ? ഞാൻ സ്നാക്സ് എടുക്കട്ടെ ചോദിക്കാൻ വന്ന. പോയെടുത്ത് കഴിച്ചോ. ഓക്കെ അമ്മ. അമ്മയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല, നീ പോയെടുത്ത് കഴിക്കേ. അഭിയാണത്? നേരത്തെ പറഞ്ഞ കാര്യമൊന്നും നടക്കില്ല. അതൊക്കെ നടക്കും. എന്തായാലും ഞാൻ കാണാൻ വരും. വരുന്നതിന് മുന്നേ വിളിക്കാം.